നമുക്ക് ജീവിക്കാൻ ഇന്ധനങ്ങൾ കത്തിച്ചുണ്ടാകുന്ന ഊർജവും ആവശ്യമാണ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കൽക്കരി ഇതെല്ലാം ഇന്ധനങ്ങളാണ്. ഇന്ധനങ്ങൾ കത്തിച്ച് ഊർജം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് കരിയും പുകയും മാത്രമായിരിക്കും. എന്നാൽ ഉപയോഗിച്ച ഇന്ധനങ്ങൾ അതിനേക്കാളേറെ ഇന്ധനങ്ങൾ തരുമെങ്കിലോ? ആ അത്ഭുത വിദ്യയാണ് കൂട്ടുകാരെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന ടെക്നോളജി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം പുറത്തുവിട്ട ഒരു പ്രധാന വിവരം ശ്രദ്ധിച്ചിരുന്നോ? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലിറ്റി അച്ചീവ് ചെയ്തു എന്നതാണ് ആ വാർത്ത. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിലെ അതീവ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. ഇത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ ഒരു വമ്പൻ കുതിച്ചുചാട്ടമാണ്. ആണവ സാങ്കേതിക വിദ്യ എന്നത് തന്നെ അതീവ സങ്കീർണമാണ്. അതിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റേത്. ലോകത്തിൽ ഇന്ന് വരെ ഈ മേഖലയിൽ വിജയിച്ചത് റഷ്യ മാത്രമായിരുന്നു, ഇപ്പോൾ ഇന്ത്യയും. എന്നാൽ നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? ആദ്യമേ പറയട്ടെ, ന്യൂക്ലിയർ ഫിസിക്സാണ്, കുറച്ച് ഗഹനമാണ്. കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിക്കാം. ശരി, തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുറപ്പുവരുത്തുക. ഇങ്ങനെ നമ്മുടെ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനാണ് ആദ്യ സ്ഥാനം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാകും. പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ ഇല്ലാതായാൽ, മരണം സംഭവിച്ചാൽ, നമ്മൾ മുൻപ് പൊന്നുപോലെ നോക്കിയ കുടുംബത്തിൻ്റെ കാര്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാകും. അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കുന്നത്. പക്ഷേ എടുക്കുമ്പോൾ അതുകൊണ്ട് കുടുംബത്തിന് ഇനിയുള്ള 10-15 വർഷമെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള തുക കയ്യിൽ കിട്ടുന്നത് പോലെ ഉള്ളതെടുത്തു വയ്ക്കണം. 5-10 ലക്ഷം കവറേജ് ഒന്നുമാവില്ല. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വലിയ കവറേജ് നൽകുന്ന ലൈഫ് ഇൻഷുറൻസിൻ്റെ സിംപ്ലസ്റ്റ് ഫോമായ ടേം ഇൻഷുറൻസ് തന്നെ എടുത്തു വയ്ക്കണം. ഇന്ത്യയിലെ ധാരാളം ടോപ്പ് കമ്പനികൾ ടേം ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. മാസം 400-500 രൂപ മുതൽക്ക് പ്ലാനുകൾ തുടങ്ങുന്നുണ്ട്. 2 കോടി വരെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാം. നിങ്ങളുടെ വരുമാനം, വിദ്യാഭ്യാസം ഒക്കെ അനുസരിച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ കവറേജുള്ള പോളിസികൾ എടുക്കാവുന്നതാണ്. പ്രവാസികൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തേക്കാൾ 30-50% വരെ ചെലവ് കുറവിൽ ഇത് എടുത്തു വയ്ക്കാം. ഏത് കമ്പനിയുടെ എടുത്താലും നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ ഒരു 15-20 മടങ്ങ് വരുന്ന കവറേജ് എങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ മാത്രമേ അത് കുടുംബത്തിന് ഉപകാരപ്പെടുകയുള്ളൂ. അങ്ങനെ കവറേജൊക്കെ നോക്കി യോജിക്കുന്ന ടേം പ്ലാൻ എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. ഇപ്പോൾ എടുത്താൽ 15% വരെ ഡിസ്കൗണ്ടുമുണ്ട്. എന്താണ് ഒരു ന്യൂക്ലിയർ പ്രവർത്തനം? എങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ ഊർജം ലഭിക്കുന്നത് എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, എങ്കിലും നമുക്കൊന്നുകൂടി നോക്കാം. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ. ഭാരമുള്ള ഒരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് ഭാരം കുറഞ്ഞ 2 മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായി പിളരുകയും അധികം വരുന്ന മാസ്, ഊർജം, അത് താപമായി പുറത്തു വരികയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ 3 ന്യൂട്രോണുകൾ കൂടി ഉണ്ടാവുകയും ഇവ മറ്റ് ന്യൂക്ലിയസുകളെ കൂടി പിളർക്കുകയും അവിടെ നിന്നുണ്ടാകുന്ന 9 ന്യൂട്രോണുകൾ 9 ന്യൂക്ലിയസുകളെ പിളർക്കും. ഇങ്ങനെ ഒരു നിമിഷാർദ്ധം കൊണ്ട് കോടിക്കണക്കിന് ന്യൂക്ലിയസുകൾ വിഭജിക്കപ്പെടുകയും വൻതോതിലുള്ള എനർജി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ അനിയന്ത്രിതമായി പോയാൽ അത് വലിയ സ്ഫോടനത്തിലാണ് കലാശിക്കുക. ഇതാണ് അണുബോംബിൽ സംഭവിക്കുന്നത്. ഫിഷൻ സമയത്തുണ്ടാകുന്ന ന്യൂട്രോണുകളെ നിയന്ത്രിച്ചാൽ ചെയിൻ റിയാക്ഷനും നിയന്ത്രിക്കാം. ഒരു ന്യൂക്ലിയസ് പിളരുമ്പോഴുണ്ടാകുന്ന 3 ന്യൂട്രോണുകളിൽ 2 എണ്ണത്തിനെ പിടിച്ചു മാറ്റിയാൽ ബാക്കിയാവുന്ന ഒരു ന്യൂട്രോൺ പോയി ഒരു ന്യൂക്ലിയസ് പിളർക്കും.
അപ്പോഴും 2 ന്യൂട്രോണുകളെ പിടിച്ചെടുത്താൽ അപ്പോഴും 1 ന്യൂട്രോൺ മാത്രമേ ബാക്കിയുണ്ടാകൂ. അങ്ങനെ ന്യൂട്രോണുകളെ പിടിച്ചെടുക്കാനുള്ള ചില മെറ്റീരിയൽസ് റിയാക്ടറിലുണ്ടാകും. സിൽവർ, ഇൻഡിയം, കാഡ്മിയം തുടങ്ങിയ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രത്യേക റോഡുകൾ, ദണ്ഡുകളാണവ. അവ റിയാക്ടറിനുള്ളിലേക്ക് പൂർണ്ണമായി ഇറക്കി വെച്ചാൽ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ മുഴുവൻ അത് വിഴുങ്ങും, പിടിച്ചെടുക്കും. അപ്പോൾ അവയ്ക്ക് പോയി ന്യൂക്ലിയസുകളെ പിളർക്കാനാവില്ലല്ലോ, റിയാക്ഷനും നടക്കില്ല. ആ റോഡുകൾ എത്രത്തോളം പുറത്തേക്ക് വലിക്കുന്നോ അതിനനുസരിച്ച് ന്യൂട്രോണുകൾ പോകും, റിയാക്ഷനും വർദ്ധിക്കും. ഒരു ഡാമിൻ്റെ ഷട്ടറുകൾ പോലെയാണിത്. ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചു വെച്ചാൽ വെള്ളം ഒഴുകില്ല. എന്നാൽ തുറക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. ഇതുകൂടാതെ റിയാക്ഷൻ സുഗമമാക്കാൻ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള ചില സാധനങ്ങളും ഈ റിയാക്ടറിൽ ഉണ്ടാകും. അതാണ് മോഡറേറ്ററുകൾ. മോഡറേറ്ററുകൾ പല വിധത്തിലുണ്ട്. ഘനജലം, ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ഇതൊക്കെയാണ് പൊതുവേ ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾ. ഉപയോഗിക്കുന്ന മോഡറേറ്ററുകൾക്കനുസരിച്ച് റിയാക്ടറിൻ്റെ ടെക്നോളജി, സ്വഭാവം എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ആണവോർജ്ജത്തിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. എത്ര ലളിതമാണല്ലേ? അതെ, സയൻസ് എപ്പോഴും വളരെ ലളിതമാണ്. എന്നാൽ ഇതിൽ നിന്നുണ്ടാക്കുന്ന ടെക്നോളജി വളരെ സങ്കീർണവുമാണ്. ഇവിടെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഏത് ന്യൂക്ലിയസിനെയും പിളർക്കാൻ സാധിക്കില്ലേ? എല്ലാ മൂലകങ്ങളുടെയും ന്യൂക്ലിയസുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കൊണ്ടല്ലേ. പിന്നെന്താ അങ്ങോട്ട് പിളർന്നാൽ? നടക്കില്ല കൂട്ടുകാരെ. അവിടെയാണ് പ്രകൃതിയിലെ 2 അടിസ്ഥാന ബലങ്ങളുടെ പ്രാധാന്യമുള്ളത്. പ്രകൃതിയിൽ 4 അടിസ്ഥാന ബലങ്ങളാണ് ഉള്ളത്. ഗുരുത്വാകർഷണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നിവ നമുക്കറിയാം. അത് വിശാലമായി പടർന്നു കിടക്കുന്നവയുമാണ്, നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്നവയുമാണ്. 3ാമത്തെയും 4ാമത്തെയും ബലങ്ങൾ സ്ട്രോങ് ഇൻ്ററാക്ഷൻ, വീക്ക് ഇൻ്ററാക്ഷൻ എന്നിവയാണ്. ഇവ രണ്ടും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകളെ സംബന്ധിക്കുന്നതാണ്. നമുക്കറിയാം, ന്യൂക്ലിയസിനുള്ളിൽ ഉള്ളത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജില്ലാത്ത ന്യൂട്രോണുകളുമാണ്. ന്യൂക്ലിയസ് എന്ന ചെറിയ സ്ഥലത്ത് ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾ എങ്ങനെ ചേർന്നിരിക്കുന്നു എന്ന് അത്ഭുതം തോന്നുന്നില്ലേ? സാധാരണഗതിയിൽ ഒരേ ചാർജുള്ള കണങ്ങൾ പരസ്പരം റിപ്പൽ ചെയ്തു പോകും. മാഗ്നറ്റുകളുടെ ഒരേ തരത്തിലുള്ള പോളുകൾ ആകർഷിക്കില്ലല്ലോ. നോർത്തും സൗത്തും അത് പരസ്പരം വികർഷിക്കുകയല്ലേ ചെയ്യുക. അതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഒരിക്കലും അടുത്തിരിക്കില്ല. അവ തെറിച്ചു പോകും. അവയെ ചേർത്ത് നിർത്തണമെങ്കിൽ വളരെ വലിയ ബലം പ്രയോഗിക്കണം. ഒരു സ്പ്രിങ് അമർത്തിപ്പിടിക്കണമെങ്കിൽ എത്ര വലിയ ബലം വേണമെന്ന് നമുക്കറിയാം. അതിനേക്കാളൊക്കെ ഭീമമായ ബലമാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെ ചേർത്ത് നിർത്താൻ വേണ്ടത്. ഈ ബലമാണ് സ്ട്രോങ് ഫോഴ്സ് അഥവാ സ്ട്രോങ് ഇൻ്ററാക്ഷൻ. ഈ ബലത്തിനെ ഒന്ന് റിലീസ് ചെയ്യിക്കാൻ സാധിച്ചാൽ ഭീമമായ എനർജിയായി അത് റിലീസ് ചെയ്യപ്പെടും. ഇതാണ് ആണവ പ്രവർത്തനത്തിൽ ചെയ്യുന്നത്. ഈ സ്ട്രോങ് ഇൻ്ററാക്ഷൻ കൂടാതെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ തമ്മിൽ വീക്ക് ഇൻ്ററാക്ഷൻ എന്നൊരു ബലം കൂടിയുണ്ട്. ന്യൂക്ലിയസിനെ ഇളകാതെ സ്റ്റേബിളാക്കി നിർത്തുന്നതിൽ ഇതിനും വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന്, നാം ഇങ്ങനെ ഇഷ്ടികകൾ അടുക്കി ഒരു തൂണ് പണിയുന്നു എന്ന് കരുതുക. ഇഷ്ടികയുടെ ഭാരവും കട്ടിയുമൊക്കെയാണ് സ്ട്രോങ് ഫോഴ്സ്. അവയെ ചേർത്ത് ഇടയ്ക്ക് സിമെൻറ്റിൻ്റെ ഒരു ലെയർ ഉണ്ടാവുമല്ലോ, ഇതിനെ വീക്ക് ഫോഴ്സ് എന്ന് പറയാം. ഇഷ്ടികകൾ അടുക്കി വെച്ച് അതിനിടയിൽ സിമൻറ്റ് കുറവാണെങ്കിൽ അത് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കില്ലേ? അത് ഒരു വിരൽ കൊണ്ട് തള്ളിയാൽ താഴെ പോവില്ലേ? അപ്പോൾ ആ തൂണിലുണ്ടായിരുന്ന മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയും റിലീസ് ചെയ്യപ്പെടുകയും അവിടെ നിൽക്കുന്നവർക്ക് അപകടം സംഭവിക്കുകയും ചെയ്യില്ലേ? എന്നാൽ നന്നായി സിമൻ്റ് ഇട്ട് ചേർത്ത തൂണിനെ ഇളക്കാൻ കഴിയില്ലല്ലോ. ഇത് പൂർണ്ണമായും ശരിയൊന്നുമല്ല. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. മൂലകങ്ങളിൽ വളരെ ഭാരം കൂടിയ ചിലതുണ്ട്. അവയിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിലുള്ള എണ്ണത്തിൻ്റെ ആ റേഷ്യോ, ആ അനുപാതം കൂടുതലാണ്. റേഡിയം, യുറേനിയം, സ്ട്രോൺഷ്യം, പ്ലൂട്ടോണിയം, അങ്ങനെ ചിലത്. ഇത് കാരണം അവയുടെ ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിളാണ്. ഈ ഇൻസ്റ്റെബിലിറ്റി പരിഹരിക്കാനുള്ള ഒരു മാന്ത്രിക വടിയാണ് വീക്ക് ഇൻ്ററാക്ഷൻ. ഈ വീക്ക് ഇൻ്ററാക്ഷൻ്റെ ഇടപെടൽ കാരണം അതിനുള്ളിലെ ന്യൂട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളായി മാറും. അങ്ങനെ മാറുമ്പോൾ അവ ഇലക്ട്രോണുകളെയും ഗാമാരശ്മികളെയും ഒക്കെ പുറത്തേക്ക് വിടും. അങ്ങനെ പ്രോട്ടോണുകളുടെ എണ്ണം മാറി അത് മറ്റൊരു മൂലകമായി മാറും. ഇതാണ് റേഡിയോ ആക്ടിവിറ്റി. കാലക്രമേണ
റേഡിയോ ആക്ടിവിറ്റി മൂലം അടിസ്ഥാന മൂലകം മറ്റൊന്നായി അങ്ങ് മാറും. ഇതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുക. ഡീക്കേ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്നതാണ്. അതായത് ഒരു അടിസ്ഥാന മൂലകം കുറഞ്ഞ് മറ്റൊന്നായി മാറുന്നു. അതാണ് ഡീക്കേ. ഇങ്ങനെ അടിസ്ഥാന മൂലകം ഉള്ളതിൽ പകുതിയാകുന്ന കാലയളവിനെ അതിൻ്റെ ഹാഫ് ലൈഫ് എന്നാണ് പറയുക. അത് മൂലകങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. മണിക്കൂറുകൾ മുതൽ മില്യൺ കണക്കിന് വർഷം വരെ അത് മൂലകങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇങ്ങനെ റേഡിയോ ആക്റ്റീവായ മൂലകങ്ങളിൽ നിന്നുള്ള റേഡിയേഷനുകൾ അപകടകാരികളാണ്. ക്യാൻസർ ഉണ്ടാകാൻ വരെ അത് കാരണമാകും. വിഖ്യാത ശാസ്ത്രജ്ഞയായിരുന്ന മേരി ക്യൂറി അങ്ങനെയാണ് മരിച്ചത്. അവർ അലക്ഷ്യമായി റേഡിയം പോക്കറ്റിലിട്ട് നടക്കുമായിരുന്നു പോലും. ഇന്നും മേരി ക്യൂറിയുടെ ശവക്കല്ലറയിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ ചിലത് മാത്രമേ ന്യൂട്രോൺ കൊണ്ട് പിളർക്കാൻ സാധിക്കുകയുള്ളൂ, ആ തരത്തിൽ അൺസ്റ്റേബിൾ ആയിരിക്കുകയുള്ളൂ. യുറേനിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പായ യുറേനിയം 235, പ്ലൂട്ടോണിയത്തിൻ്റെ പ്ലൂട്ടോണിയം 239 എന്നീ ഐസോട്ടോപ്പുകളാണ് പൊതുവെ ഫിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ 235, 239 എന്നതൊക്കെ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ആകെ കണങ്ങളുടെ, അതായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഒരുമിച്ചുള്ള എണ്ണമാണ്. ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം മാറിയാൽ മറ്റൊരു ഐസോട്ടോപ്പായി മാറും. പ്രോട്ടോണുകളുടെ എണ്ണം മാറിയാൽ അത് മറ്റൊരു മൂലകമായി മാറും. ഈ യുറേനിയം 235ൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരു ന്യൂട്രോൺ തൊടുത്താൽ ആദ്യം പറഞ്ഞതുപോലെയുള്ള ചെയിൻ റിയാക്ഷൻ നടക്കും. യുറേനിയം 235, പ്ലൂട്ടോണിയം 239 എന്നിവ മാത്രമാണ് ചെയിൻ റിയാക്ഷന് കാരണമായ ഫിഷന് വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതാണെങ്കിൽ ഭൂമിയിൽ പൊതുവേ റയറാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ നിന്ന്, ഓറിൽ നിന്ന് യുറേനിയം വേർതിരിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. അതിൽ 99.93% ഫിഷൻ സാധിക്കാത്ത യുറേനിയം 238 ആണ്. ബാക്കിയുള്ള 0.07% യുറേനിയം 235 വേർതിരിച്ചാണ് ന്യൂക്ലിയർ നിലയങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഹൈലി റേഡിയോ ആക്റ്റീവാണ്, കൈകാര്യം ചെയ്യുന്നത് അപകടമാണ്. ഇങ്ങനെ റിയാക്ടറിൽ യുറേനിയം 235 ഉപയോഗിക്കുമ്പോഴുള്ള അവശിഷ്ടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പ്ലൂട്ടോണിയം 239 ലഭിക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ അളവിലേ ലഭിക്കുകയുള്ളൂ എങ്കിലും പ്ലൂട്ടോണിയത്തിൻ്റെ പ്രധാന സോഴ്സ് യുറേനിയം ഫിഷൻ റിയാക്ഷൻ തന്നെയാണ്. പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോയിൽ ഈ പ്രക്രിയ വിശദീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഭൂമിയിൽ വളരെ റയറായ യുറേനിയത്തിൽ നിന്ന് അതിൻ്റെ ഫിസൈൽ വകഭേദമായ യുറേനിയം 235 വേർതിരിച്ച് അതുപയോഗിച്ചുള്ള ഊർജ ഉൽപ്പാദനം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നതൊരു കാര്യം. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ യുറേനിയം നിക്ഷേപമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടപാടിലും വിപണിയിലുമൊക്കെ ഒരുപാട് ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായ കളികളുണ്ട്. ഇന്ത്യ പോലെ യുറേനിയം കുറവുള്ള രാജ്യങ്ങൾ ആവശ്യത്തിന് യുറേനിയം ലഭിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇതിനെല്ലാമുള്ള പരിഹാരമാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഈ റിയാക്ടർ പരമ്പരാഗത റിയാക്ടറുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സാധാരണ റിയാക്ടറുകളിൽ യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ ഇന്ധനം. എന്നാൽ ഈ റിയാക്ടറിൻ്റെ ഇന്ധന സംവിധാനം എന്നത് ഫിഷന് വിധേയമാക്കാവുന്ന പ്ലൂട്ടോണിയം 239, ഫിഷൻ സാധ്യമല്ലാത്ത യുറേനിയം 238 എന്നിവ ചേർന്നതാണ്. ഇവിടെ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നില്ല, അവിടെ മോഡറേറ്റർ ഇല്ല. അങ്ങനെ വേഗത കുറയ്ക്കാത്ത അതിവേഗത്തിലുള്ള ന്യൂട്രോണുകൾ ഉപയോഗിച്ച് പ്ലൂട്ടോണിയം ന്യൂക്ലിയസുകളെ പിളർക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ വലിയ എനർജി ചെയിൻ റിയാക്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ ഫലമായി വലിയ ചൂടിനോടൊപ്പം പുറത്തേക്ക് വരുന്ന അതിവേഗതയിലുള്ള ന്യൂട്രോണുകളിൽ ചിലത് അവിടെ പൊതിഞ്ഞിരിക്കുന്ന ഈ പ്ലൂട്ടോണിയത്തെ പൊതിഞ്ഞിരിക്കുന്ന യുറേനിയം 238 നമ്പർ ശ്രദ്ധിക്കണം. ആ യുറേനിയം 238ൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് കടന്ന് അതിൻ്റെ മാസ് നമ്പർ ഒന്ന് കൂട്ടും. അപ്പം 238 എന്നുള്ളത് 239 ആകും. അത് യുറേനിയം 239 ആയി മാറും. പക്ഷേ ഈ യുറേനിയം 239 വളരെ വളരെ അൺസ്റ്റേബിളായ ഒരു ഐസോട്ടോപ്പാണ്. ഇത് അപ്പോൾ തന്നെ
ഒരു ബീറ്റ ഡീക്കേയിലൂടെ ഒരു ബീറ്റ റേ പുറത്തേക്ക് വിട്ട്, ഒരു ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് വിട്ട് നെപ്റ്റ്യൂണിയം 239 എന്ന മറ്റൊരു മൂലകമായി മാറും. ഇതും വളരെ അൺസ്റ്റേബിളാണ്. ഈ പറഞ്ഞ നെപ്റ്റ്യൂണിയവും ഒരു ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് വിട്ട് ആ ഡീക്കേയിലൂടെ ഉടൻ തന്നെ പ്ലൂട്ടോണിയം 239 ആയി മാറും. എന്തൊരു മാജിക്കാണല്ലേ! പ്ലൂട്ടോണിയം 239 ഫിഷനിലൂടെ അതേ പ്ലൂട്ടോണിയം 239 തന്നെ ഉണ്ടാക്കുന്നു. ഒപ്പം ധാരാളം ചൂടും. ഇവിടെ ന്യൂട്രോണുകളുടെ സ്പീഡ് കുറയ്ക്കാത്തത് കൊണ്ടാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അഥവാ ബ്രീഡ് ചെയ്യുന്നത് കൊണ്ട് ബ്രീഡർ എന്നും പറയുന്നു. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ആ വലിയ ചൂടിനെ കണ്ടക്ട് ചെയ്ത് പുറത്തെത്തിച്ച് വെള്ളം തിളപ്പിച്ച് ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീം കൊണ്ട് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉണ്ടാക്കും. ഒരു വശത്തുകൂടി വൈദ്യുതി കിട്ടുന്നു, മറ്റൊരു വശത്തുകൂടി പ്ലൂട്ടോണിയം 239 ഇന്ധനവും കിട്ടുന്നു. എന്താല്ലേ, പറയുമ്പോഴെല്ലാം കഴിഞ്ഞു. ഇവിടെ ഏറ്റവും നിർണായകമായൊരു കാര്യം ആ ചൂടിനെ പുറത്തെത്തിക്കാനും റിയാക്ടറിനെ തണുപ്പിക്കാനുമുള്ള കൂളൻ്റാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് മോൾട്ടൺ സാൾട്ട് അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള സോഡിയം ആണ്. ഇത് വളരെ സങ്കീർണമായ മറ്റൊരു ടെക്നോളജിയാണ്. കൂടാതെ യുറേനിയം 238, പ്ലൂട്ടോണിയം 239 ഇതടങ്ങുന്ന ഇന്ധന സംവിധാനം, അതായത് പ്ലൂട്ടോണിയം 239 ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതിനെ പൊതിഞ്ഞാണ് യുറേനിയം 238 ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സ്പീഡുള്ള ന്യൂട്രോണുകളെ കടത്തിവിടേണ്ടത്. വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആണത്. ഇതൊരു വലിയ കിറാമുട്ടിയാണ്. അത്യന്തം അപകടം പിടിച്ച ഈ സാധനങ്ങളെ കൈകാര്യം ചെയ്യുക എന്നത് വേറൊരു കാര്യം. ഇതുകൊണ്ടൊക്കെ വലിയ ന്യൂക്ലിയർ പവറായ രാജ്യങ്ങൾ പോലും ഈ പണിക്ക് പോയിട്ടില്ല. അമേരിക്ക പണ്ടേ ഈ ഏർപ്പാടിൽ നിന്ന് പിൻവാങ്ങി. ചൈനയിലും ഫ്രാൻസിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ ഫാസ്റ്റ് ബ്രീഡിംഗ് സിസ്റ്റം പ്രായോഗികമായി നടപ്പാക്കിയത് റഷ്യയും ഇപ്പോൾ ഇന്ത്യയും മാത്രമാണ്. ഇന്ത്യയുടെ ആണവ മേഖലയുടെ പിതാവ് യുഗപ്രഭാവനായ ഹോമി ഭാഭയുടെ പദ്ധതിയാണ് 3 സ്റ്റേജിലുള്ള ഇന്ത്യയുടെ ആണവോർജ പദ്ധതി. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഇപ്പം നിലവിലുള്ള യുറേനിയം ഉപയോഗിച്ചുള്ള ആണവോർജ പദ്ധതി. ഇപ്പം എല്ലാ റിയാക്ടറുകളിലും ന്യൂക്ലിയർ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്ന സിസ്റ്റം. രണ്ടാം സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഭാഭയുടെ കാലത്ത് തന്നെ, അതായത് 1960കളിൽ തന്നെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. 1985 കൽപ്പാക്കത്ത് 40 മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ പരീക്ഷണ റിയാക്ടർ സ്ഥാപിക്കുന്നത്. ബജറ്റിൻ്റെ കുറവും നമ്മുടെ സംവിധാനങ്ങളുടെ സ്വാഭാവികമായ മെല്ലെപ്പോക്കും കാരണം അതങ്ങനെ നീണ്ടുപോയി. 2003 500 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പ്രോട്ടോടൈപ്പിനുള്ള കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 3500 കോടി രൂപയുടെ ബജറ്റും അനുവദിച്ചു. പക്ഷേ വീണ്ടും കാര്യങ്ങൾ തഥൈവ നീണ്ടുപോയി. 2017 ശേഷം കൂടുതൽ തുക വകയിരുത്തി പദ്ധതിക്ക് വേഗത കൂട്ടി. അങ്ങനെ 2024 ഏറ്റവും നിർണായകമായ റിയാക്ടറിൻ്റെ കോർ ഇൻ്റഗ്രേഷൻ, അതായത് ഇന്ധന സംവിധാനം സ്ഥാപിക്കാൻ തുടങ്ങി. ഇപ്പോൾ 500 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലായിരിക്കുന്നു. റിയാക്ടർ പ്രവർത്തന സജ്ജമായി എന്നതിനെ സയൻറ്റിഫിക്കലി സൂചിപ്പിക്കുന്ന പദമാണ് ക്രിട്ടിക്കലാവുക എന്നത്. അങ്ങനെ റഷ്യയ്ക്ക് ശേഷം ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ഷൻ ഫലപ്രദമായി നടപ്പാക്കുന്ന ആദ്യ രാജ്യമായി ഭാരതം മാറി. ഇതേപോലുള്ള 2 റിയാക്ടർ കൂടി കൽപ്പാക്കത്ത് തന്നെ സ്ഥാപിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ശേഷിയുടെ 2ാം ഘട്ടം നടപ്പാവുകയാണ്. രാജ്യം മുഴുവൻ ഇതുപോലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വലിയ താമസമില്ലാതെ വരുമ്പോൾ യുറേനിയത്തിന് വേണ്ടി ലോകരാജ്യങ്ങളോട് വിലപേശേണ്ട അവസ്ഥ ഇന്ത്യക്കുണ്ടാവില്ല. കയ്യിലുള്ള ഇന്ധനം ഉപയോഗിച്ച് തന്നെ കൂടുതൽ ഇന്ധനം ഉണ്ടാക്കാം. ഊർജ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമാണിത്. ഇനി 3ാം ഘട്ടം ബാക്കിയുണ്ട്. അത് തോറിയം ഉപയോഗിച്ചുള്ള ഊർജ ഉൽപ്പാദനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുള്ള രാജ്യമായ ഇന്ത്യക്ക് ഇത് വളരെ നിർണായകമാണ്. ഇതിൻ്റെ പരീക്ഷണങ്ങളും കൽപ്പാക്കത്ത് പുരോഗമിക്കുന്നുണ്ട്. അവിടെ കാമിനി എന്നൊരു ചെറിയ പരീക്ഷണ റിയാക്ടർ തോറിയം ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്.
തോറിയം വൈദ്യുതിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ 2047 ആകുമ്പോഴേക്ക് നമ്മുടെ രാജ്യം പൂർണ്ണമായും ഊർജ സ്വയം പര്യാപ്തത നേടാനുള്ള കുതിപ്പിലാണ്. ആ യാത്രയിലെ ഒരു വലിയ നാഴികക്കല്ലാണ് ഇപ്പോൾ കൽപ്പാക്കത്ത് പിന്നിട്ടിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. ഈ ഒരു ചുവടുവയ്പ്പിലൂടെ രാജ്യത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അത്രയും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കണം. നിർബന്ധമാണ്. ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്ത് മികച്ച പ്ലാൻ 15% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.